നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുരുമുളകിട്ട ഒരു ചിക്കൻ ഫ്രൈ ആണ്. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: വെളുത്തുള്ളി, ഇഞ്ചി, പച്ചക്കുരുമുളക്, കറിവേപ്പില, ചുവന്നുള്ളി, 5-6 കാന്താരി മുളകും വേണം കേട്ടോ അതിൻ്റെ കൂടെ ഇട്ട് അടിക്കാൻ. അതിന് ശേഷം നമുക്ക് ജാറിലേക്ക് മാറ്റിയതിന് ശേഷം മഞ്ഞൾപ്പൊടി, പുതിനയില, ഉപ്പ്, വിനാഗിരി, സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടത് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. അരച്ചെടുത്ത ബാറ്റർ നമുക്കിനി ആ ചിക്കനിലേക്ക് നന്നായിട്ട് മാഗ്നേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നല്ല വൃത്തിക്ക് മാഗ്നേറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 4-5 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. റെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളിത് പൊരിച്ചോരി എടുക്കുന്നത്. എന്നാലാണ് ആ മസാലയെല്ലാം അതിനകത്തേക്ക് പിടിച്ച് ആ ഒരു എരിവും ഇതൊക്കെ കിട്ടത്തുള്ളൂ. നമുക്ക് കുരുമുളകും കാന്താരിയൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. ഇന്ന് നമ്മൾ ദോശത്തവയ്ക്കകത്താണ് നമ്മളിത് പൊരിച്ചെടുക്കുന്നത്. അന്നേരം നമുക്ക് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. അതിൻ്റെ കൂടെ തന്നെ ആ ഓയിൽ ഒഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1/2 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യുടെയൊക്കെ ആ ഒരു മണം ഇതിനകത്ത് കിട്ടും. അതിന് ശേഷം നമുക്ക് ചിക്കനെല്ലാം വറുത്ത് കോരിയെടുക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തി കൊടുക്കണേ. എന്നാൽ മാത്രമാണ് ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസെല്ലാം നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതിന് ശേഷം നമുക്കിത് പൊരിച്ച് കോരി എടുക്കാവുന്നതാണ്. തിരിച്ചും മറിച്ചും ഇട്ട് പൊരിച്ച് കോരി എടുക്കാവുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മുടെ ചിക്കൻ തയ്യാറായിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് ഗൈസ്.